നാളെ 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 അതെ, നാളെയാണ് പൂരം കൊടിയിറങ്ങാൻ പോകുന്നത്. അപ്പം ഫൈനൽ നടക്കാൻ പോവാണ് ഇന്ത്യ ന്യൂസിലൻഡ്. അപ്പം ആ ഒരു പൂരം കത്തിക്കേറി കത്തിയിറങ്ങുമ്പോൾ ആരായിരിക്കും കപ്പ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നാളെ തീരുമാനമാവും. നാളെ വൈകുന്നേരം 7 മണി തൊട്ട് ഇന്ത്യ ന്യൂസിലൻഡിന്റെ തീപാറുന്ന ഫൈനൽ നമുക്ക് കാണാൻ പറ്റും. ICC T20 വേൾഡ് കപ്പ് 2026 ഫൈനൽ ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് മത്സരം നടക്കുന്നു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുവരെ പുള്ളി കളിച്ച കളികളെല്ലാം നന്നായിട്ട് കളിച്ചു. കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്നുള്ളൊരു പ്രശ്നം പരിഹരിച്ചാണ് ഇതുവരെയുള്ളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെയും അതുപോലെ തന്നെ അദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കളിച്ച് ഇന്ത്യക്കായി കപ്പ് നേടിക്കൊടുക്കാൻ പ്രധാന പങ്ക് വഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ടീമിന്റെ ഒരു രീതി സെറ്റപ്പ് വെച്ചിട്ട് ഇപ്പോഴത്തെ ബാറ്റിംഗ് ലൈനപ്പ് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അഭിഷേക് ശർമ്മയും കൂടെ ഒന്ന് ഫോമായി കിട്ടിക്കഴിഞ്ഞാൽ ഫോമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ അനാവശ്യ ഷോട്ടിനായിട്ട് ശ്രമിച്ചാണ് വിക്കറ്റ് കളയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പണർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം വളരെ കൃത്യമാണ്. കാരണം അടിച്ച് റണ്ണ് കയറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്പണർമാർ. നാളത്തെ മത്സരം വെച്ച് തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നാളെ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ആ സ്റ്റേഡിയത്തിലെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റു തീർന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. പിന്നീട് നമ്മൾ അറിയുന്നത് ഓരോ താരങ്ങളുടെയും ജേഴ്സി, പ്രത്യേകിച്ച് സഞ്ജു സാംസന്റെ ജേഴ്സി കിട്ടാനില്ലെന്നുള്ളതാണ്. കിട്ടണമെങ്കിൽ പോലും ഇരട്ടി വില കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്താ അല്ലെ, ഒരു താരത്തിന്റെ മൂല്യം ഉയരുന്നത് അദ്ദേഹത്തിന്റെ കളിമികവ് അനുസരിച്ചാണ്. അദ്ദേഹത്തെ എപ്പോഴും കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന അവസാനം കൺസിസ്റ്റന്റ് ആയപ്പം താരത്തിന്റെ മൂല്യം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 15 മില്യൺ ഫോളോവേഴ്സോ മറ്റോ ആയിട്ടുണ്ട് സഞ്ജു സാംസൺ. അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഞാൻ സഞ്ജുവിന്റെ കഥ മാത്രം പറയാനല്ല വന്നത്, ഇന്ത്യൻ ടീമിന്റെ മൊത്തം കഥ പറയാനായിട്ടാണ് വന്നത്. കാരണം ഇന്ത്യയുടെ ഒരു ലൈനപ്പ് തന്നെ നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് സൈഡ് വളരെ മികച്ച ഒരു ബാറ്റിംഗ് സൈഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ശർമ്മയും കൂടി ഒന്ന് ഫോം ആയി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. ഇനി ബോളിംഗ് സൈഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബോളിംഗ് സൈഡിൽ നല്ല രീതിയിൽ പോരായ്മയുണ്ട്. നല്ല രീതിയിൽ പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കളി പറഞ്ഞിട്ട് കാര്യമില്ല. ബാറ്റിംഗ് പിച്ചായിരുന്നു, തിരിച്ചടി വന്നു. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നമ്മളെ പിടിച്ച് കയറ്റിയത് അർഷദീപ് സിംഗിന്റെ ഒരു ഓവറിലും ബുംറയുടെ ഒരു ഓവറിലുമാണ്. അതില് ബുംറയുടെ ഓവറാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. കാരണം കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്ന അവസ്ഥയിൽ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു കളിയായിരുന്നു. അമ്മാതിരി കളിയാണ് ബുംറ കളിച്ചത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറെ പോരായ്മകളുണ്ട്. റൺസ് നിരവധി പോകുന്നുണ്ട്. നമുക്ക് വരുൺ ചക്രവർത്തിയുടെ ഭാഗത്തുനിന്ന് നല്ല ഓവറുകൾ പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ നല്ല രീതിയിൽ അടി കിട്ടുന്ന ഒരു അവസ്ഥയായിപ്പോയി. അവിടെ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചപ്പോൾ ആർച്ചറിനെ അടിച്ച് പഞ്ഞി കിട്ട പോലെ ഇംഗ്ലണ്ട് ബാറ്റിങ്ങിന് കയറിയപ്പോൾ വരുൺ ചക്രവർത്തിനെ അടിച്ചു പഞ്ഞി കിട്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പോരായ്മകളെല്ലാം മാറ്റി ഇന്ത്യ കളത്തിലിറങ്ങണം. ഇന്ത്യയുടെ ബാറ്റിംഗ് സൈഡ് ഓക്കെ, ഫീൽഡിംഗ് സൈഡ് ഓക്കെ, ബോളിംഗ് സൈഡ് കുറച്ച് വീക്കാണ്. ഞാൻ പറയുന്നതിനോട് എതിർപ്പുണ്ടാകുന്ന ആൾക്കാരുണ്ടാകും. കുറച്ചൊക്കെ വീക്ക് ആയിട്ടാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ വിക്കറ്റുകൾ നേടി കളിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പിശുക്കുമില്ല. നല്ല രീതിയിൽ റൺസ് പോകുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം ഒരു ലെവൽ കളിയെ കളിക്കത്തുള്ളൂ. നമുക്കറിയാം ഈ കഴിഞ്ഞ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം 5 ODI 5 2020 മത്സരം ഉണ്ടായിരുന്നു. 2020 മത്സരത്തിൽ നമ്മുടെ സഞ്ജു സാംസൺ 5 കളിയിലും പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യൻ ടീം കളികൾ പരമ്പര നേടിയിരുന്നു. അപ്പൊ അതാണ് ഒരു ആത്മവിശ്വാസം. അന്നത്തെ സഞ്ജു സാംസൺ അല്ല ഇന്ന് കളിക്കുന്നത്. ഇന്ന് അദ്ദേഹം മികച്ച ഫോമിലാണ്. ഇന്ത്യൻ ടീം ആണെങ്കിലും കപ്പടിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാരണം ഒന്ന്, ഹോം ഗ്രൗണ്ട് എന്നുള്ളൊരു പ്രത്യേകത, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. എന്തായാലും നാളത്തെ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ ഓരോ ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുന്നതാണ്. ഇന്ത്യയിലാണ് നമുക്കറിയാം ഒരുപാട് ക്രിക്കറ്റ് ആരാധകരുള്ളതാണ്. നാളത്തെ മത്സരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. നാളത്തെ മത്സരം ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ തന്നെ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ന്യൂസിലൻഡ് ടീമിനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഫൈനലിൽ എത്തിയ ടീമല്ലേ, അവരുടെ കളിമികവ് കൊണ്ടല്ലേ അവർ അവിടെ എത്തിയത്. അപ്പൊ നമുക്ക് ഓരോ താരങ്ങളെ കുറിച്ച് വിലയിരുത്തി പറയാനാണ്. ഇപ്പം ഫിന്നലൻ എന്ന് പറയുന്ന പ്ലെയർ, അദ്ദേഹത്തെ വീഴ്ത്തിയില്ലെങ്കിൽ സംഭവം ശരിയാകത്തില്ല. കാരണം അദ്ദേഹം അടി തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പാടാണ്. തുടക്കത്തിലെ പിടിച്ചു നിർത്തിയാൽ നമ്മൾ രക്ഷപ്പെടും. പിന്നെ അവരുടെ ഏറ്റവും മികച്ച പ്ലേയേഴ്സ് ഒരാളാണ് മിച്ചൽ സാന്റ്നർ. അദ്ദേഹത്തിനെ ഒരു സ്പിന്നറായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഓൾറൗണ്ടറുടെ പരിപാടിയാണ് അദ്ദേഹം. നല്ല രീതിയിൽ ആ ടീമിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ആ ടീമിനെ നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റില്ല. ന്യൂസിലൻഡിന് നമുക്ക് 50-50 ചാൻസേ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യക്ക് 50 ചാൻസ്, ന്യൂസിലൻഡിന് 50 ചാൻസ്. കാരണം
അത്രയും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ടീമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കാം. ഏത് ടീമിലും, ഇന്ത്യൻ ടീമിലും അത്ഭുതം സംഭവിക്കാം, അപ്പുറത്തെ ന്യൂസിലൻഡ് ടീമിലും അത്ഭുതം സംഭവിക്കാം. പിന്നെ ക്രിക്കറ്റ് കളിയെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ഇന്ത്യ കളിക്കുമ്പോൾ മറ്റേ ടീം നന്നായിട്ട് കളിച്ചാലും കുറച്ചുകൂടെ മുൻതൂക്കം മറ്റേ ടീമിനാണെങ്കിലും നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഓക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ടല്ലേ എന്ന് ആണ് നമ്മുടെ ക്രിക്കറ്റ് ആരാധകർ മനസ്സിൽ വിചാരിക്കത്തുള്ളൂ. പക്ഷെ എന്തായാലും നാളെ ഇന്ത്യൻ ടീം വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരി, അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ഞാനും ഉണ്ട്. പക്ഷേ നാളെ ഹാർഡ് വർക്കിനെല്ലാം കൂടെ ഉള്ള ഒരു എന്താ പറയുന്നത് പേ നാളെ അറിയാം, നാളെ വൈകുന്നേരം. അപ്പം ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം എന്താ പറയുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് വിശകലനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രസ് മീറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയല്ല ഗ്രൗണ്ടിൽ ഇറങ്ങിയാലേ അറിയത്തുള്ളൂ അതിന്റെ ഒരു റിസൾട്ട്. എന്തായാലും നാളെ പൊടിപാറുന്ന ഒരു മത്സരത്തിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ ഗോദയിൽ വെച്ച് കാണാം, അല്ല ഗ്രൗണ്ടിൽ വെച്ച് കാണാം. ബൈ.